ഞാൻ ഡോക്ടർ സീത. ഗർഭിണികൾ ഫ്രൂട്ട് കഴിക്കുന്നതാണോ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതാണോ ഏറ്റവും നല്ലത്? ഇല്ല, രണ്ടും ഒരേ ഗുണം തന്നെയാണോ നൽകുന്നത്? ഫ്രൂട്ട് നമ്മൾ ജ്യൂസാക്കി കുടിക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ സിപ്പ് ചെയ്ത് കുടിക്കും, അതല്ലെങ്കിൽ ഇങ്ങനെ പടപടപടാന്നൊന്ന് അങ്ങനെ അങ്ങ് കുടിക്കും അല്ലെ. അങ്ങനെ വരുമ്പോൾ എന്താ, പെട്ടെന്ന് തന്നെ രക്തത്തിലെ ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂടാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. മാത്രമല്ല പലപ്പോഴും ഒരുപാട് ആളുകൾ ഈ ഫ്രൂട്ട് ജ്യൂസാക്കി കഴിഞ്ഞ് അത് ചണ്ടിയില മരിച്ച ശേഷമാണ് കുടിക്കുന്നത്. അപ്പോൾ അതിലെ ആ ഒരു പ്രധാന ഘടകമായ ഫൈബർ അല്ലെങ്കിൽ നാര് നമുക്ക് പറ്റെ നഷ്ടപ്പെടും. ഈ നാരിന്റെ ഗുണങ്ങൾ അനവധിയാണ്. അപ്പോൾ അത് കിട്ടാതെ പോകുമ്പോൾ കഷ്ടം തന്നെയാണ്. ഇനി ചണ്ടിയൊന്നും കളയാതെ അതോടുകൂടി തന്നെ നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുകയാണെങ്കിലും നമ്മൾ വായിൽ ഇങ്ങനെ ചവയ്ക്കുകയോ ഉമിനീരുമായി മിക്സ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ ഫ്രൂട്ട് ജ്യൂസ് ഈ ഉമിനീരുമായി മിക്സ് ചെയ്ത് ചവയ്ക്കുന്ന ആ ഒരു പ്രക്രിയ തുടങ്ങുമ്പോഴാണ് ദഹനം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ എന്താ, ദഹനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ഘടകം ഇല്ലാതെയാകും. ഇനി വേറൊരു പ്രശ്നം, നമ്മൾ ഒരു ഫ്രൂട്ട്, ഉദാഹരണം മാമ്പഴം കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരൊറ്റ മാമ്പഴത്തിൽ അങ്ങ് നിർത്തിയേക്കും. എന്നാൽ ജ്യൂസ് അടിക്കുമ്പോഴോ ചിലപ്പോൾ 2 or 3 മാമ്പഴമൊക്കെ ചേർത്തിട്ടായിരിക്കും നമുക്ക് ഒരു വലിയ ഗ്ലാസ് ജ്യൂസ് ഒക്കെ കിട്ടുന്നത്. അങ്ങനെയാകുമ്പോൾ എന്താ, പോർഷൻ കൺട്രോൾ നമുക്ക് കുറച്ച് പ്രശ്നമായി വരും അല്ലെ. കൂടുതലായിട്ട് ഫ്രൂട്ട്സ് കഴിച്ചാൽ അതും അപകടം തന്നെയാണ്. അതുകൊണ്ട് ഒട്ടുമിക്ക സാഹചര്യങ്ങളിലും ഫ്രൂട്ട് ജ്യൂസിനേക്കാൾ, അത് നമ്മൾ ചണ്ടിയൊന്നും കളയാത്ത ഫ്രൂട്ട് ജ്യൂസ് ആണെങ്കിൽ പോലും ഫ്രൂട്ട് ജ്യൂസിനേക്കാൾ ഏറ്റവും നല്ലത് ഫ്രൂട്ട് തന്നെയാണ്. എന്നാലും ഫ്രൂട്ട്സ് ചവച്ചരച്ച് കഴിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരമോ ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാവുന്നതാണ് ഫ്രൂട്ട് കഴിക്കുന്നതിന് പകരം. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഓരോരോ ഷോർട്സിലൂടെ ഉത്തരം നൽകാൻ നോക്കാം.